ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം അറിയിക്കുന്നതായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി. 53 വർഷം എം.എൽ.എ എന്ന നിലയിലും 2 പ്രാവശ്യം മുഖ്യമന്ത്രി എന്ന നിലയിലും ഉമ്മൻചാണ്ടി സാർ ചെയ്ത സേവനം കേരള ജനതയുടെ ഹൃദയങ്ങളിൽ ആഴമായ മുദ്ര പതിപ്പിച്ചിട്ടുള്ളതാണ്. കേരള ജനതയെ അദ്ദേഹം സ്നേഹിച്ചു. കേരളത്തിലെ ജനം അദ്ദേഹത്തെയും. പുതുപ്പള്ളിയുടെ സ്വന്തമായിരുന്നു അദ്ദേഹം. ജനപ്രിയനായ രാഷ്ട്രീയ സാമൂഹിക സേവകൻ. രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ അദ്ദേഹം ഒരു ആചാര്യനായിരുന്നു. ഭരണപക്ഷ പ്രതിപക്ഷ വേർതിരിവില്ലാതെ എല്ലാവരെയും ബഹുമാനത്തോടെ കണ്ട് പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും പ്രതികാരചിന്ത ഒരിക്കലും അദ്ദേഹം പുലർത്തിയിരുന്നില്ല. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും തന്റെ ആഴമായ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരങ്ങൾ കാണാൻ അദ്ദേഹം പരിശ്രമിച്ചു. അപരിഹാര്യമായ പ്രശ്നങ്ങളിൽ ദൈവഹിതത്തിന് അവയെ വിട്ടുകൊടുത്തുകൊണ്ട് സമചിത്തതയോട് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുതുപ്പള്ളിയും കേരളവും അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയവും ഉമ്മൻചാണ്ടിയെ തങ്ങളുടെ സ്മരണയിൽ എന്നും നിലനിർത്തും എന്നതിൽ സംശയമില്ല എന്നും ഉമ്മൻചാണ്ടി സാറിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും സീറോ മലബാർ സഭാധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന അധ്യക്ഷൻ മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയും അനുശോചനം രേഖപ്പെടുത്തി. ആത്മീയതയിൽ അനുഷ്ഠിതമായ പൊതുപ്രവർത്തനത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ബാവ പറഞ്ഞു. സമാനതകളില്ലാത്ത ജനനായകനായിട്ടാണ് ഉമ്മൻചാണ്ടി അറിയപ്പെടുക. മലങ്കര ഓർത്തഡോക്സ് സഭാംഗം എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ വേർപാട് നികത്താനാവാത്ത നഷ്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെയെന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു. അതേസമയം നഷ്ടപ്പെട്ടത് കേരളത്തിന്റെ ജനകീയ മുഖമെന്ന് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ ക്ലീമിസ് ബാവ അനുസ്മരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലൂടെ കേരളത്തിന് നഷ്ടമായത് ഏറ്റവും സ്വീകാര്യതയുള്ള ജനകീയ മുഖമാണ്. രോഗബാധിതനായിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ അലട്ടിയിരുന്നത് ശാരീരികമായി തന്റെ ക്ലേശങ്ങളെക്കാളും സാധാരണക്കാരന്റെ കണ്ണുനീരും ക്ലേശവുമായിരുന്നു. 5 പതിറ്റാണ്ടിനപ്പുറം നീണ്ടുനിന്ന നിയമസഭാ സാമാജികൻ എന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതം ഏറ്റവും മാതൃകാപരമായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അത് ജനങ്ങളുടേതാണെന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് നൽകിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. സാധാരണക്കാരന്റെ ആവശ്യങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ വീടോ ഓഫീസോ ആ ഹൃദയമോ കൊട്ടിയടക്കപ്പെട്ടിരുന്നില്ല. ഏത് സമയത്തും ആളുകൾക്ക് സംലഭ്യനായിരുന്ന പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിലുടനീളം അദ്ദേഹം സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടി ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് പരിഹരിച്ചത്. ജാതിമത രാഷ്ട്രീയങ്ങൾക്കപ്പുറം കേരളത്തെ ഒരിഴയിൽ ചേർത്തുപിടിച്ച മതനിരപേക്ഷതയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിന്റെ വികസനത്തിന് അദ്ദേഹം നൽകിയ കുതിപ്പ് എന്നും ഈ സംസ്ഥാനം ഓർക്കും. വ്യക്തിപരമായി തന്നോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോടും അദ്ദേഹം പുലർത്തിയ സ്നേഹപൂർവമായ സമീപനത്തോട് സഭ എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രത്യേകിച്ചും സഭയുടെ വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ മേഖലകളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും കർദിനാൾ ക്ലീമിസ് ബാവ കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടി സമാനതകളില്ലാത്ത നേതൃത്വത്തിന്റെ ഉടമയാണെന്ന് ലത്തീൻ കത്തോലിക്ക സഭാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും അനുസ്മരിച്ചു. നിസ്വരായവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം എക്കാലത്തും സവിശേഷമായ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കേരളത്തിന്റെ വികസനത്തിനായി അതിവേഗം മുന്നോട്ടുപോയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഹൃദയത്തിൽ അഗ്നിയും കാലുകളിൽ ചിറകുമുണ്ടായിരുന്ന ഒരു മാന്യനായ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതായും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കൂട്ടിച്ചേർത്തു.